ഹലോ ഹണീസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ടു ടെയിൽസ് ആൻഡ് ടെയിൽസ് സ്റ്റോറി ടൈം വിത്ത് മാളു ആൻഡ് മോം. പക്ഷെ മാളു എവിടെ പോയി? നിങ്ങൾക്കറിയാമോ മാളു എവിടെ ഉണ്ടെന്ന്? ഞാൻ കണ്ടിട്ട് കുറച്ചധികം നേരമായി മാളുവിനെ. അയ്യോ, മാളു ഇല്ലാണ്ട് എങ്ങനെയാന്ന് നമ്മൾ പറയാ കഥ? ഓ, ആരെ വരുന്നുണ്ടല്ലോ. അത് മാളു അല്ലേ ആ വരുന്നത്? നോക്കാട്ടോ മാളു ആണോന്ന്. ഓ മൈ ഗോഡ്, ഇതാരാണ്? ഇതാരാന്ന് നോക്കിക്കേ. മാളു ഇന്ന് ഏത് വേഷത്തിലാ വന്നേന്നറിയാമോ? ആരാണ്? പ്രിൻസസ് ബെല്ലായിട്ടാണ് ഞാനത്. ഓ നൈസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ പ്രിൻസസ് ബെല്ല. അടിപൊളി. നല്ലൊരു വാൻഡും ക്രൗണും ഒക്കെ ഉണ്ടല്ലോ രാജകുമാരിക്ക്. അപ്പൊ രാജകുമാരി ബെല്ലാണ് ഇത് കേട്ടോ. അപ്പൊ നമുക്കിന്ന് രാജകുമാരിയുടെ കഥയായാലോ? ഇന്ന് ഒരു സുന്ദരിയായിട്ടുള്ള രാജകുമാരിയുടെ കഥ ഞാൻ പറഞ്ഞോട്ടെ? രാജകുമാരിയുടെ കഥയാണ്. പറഞ്ഞോളൂ. ഒരു പുതിയ ജാസ്മിന്റെ കഥയാ പറയാൻ പോകുന്നത്. ജാസ്മിൻ രാജകുമാരിയുടെ കഥയാണ് പറയാൻ പോണത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ രാജകുമാരിയുടെയും രാജകുമാരന്റെയും ഒക്കെ കഥ? ഓക്കെ. ഒരിടത്ത് ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിലെ രാജാവും രാജ്ഞിയും അവിടുത്തെ പ്രജകളും എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ രാജാവിനും രാജ്ഞിക്കും ഒക്കെ ഫെയറി ആയിട്ടുള്ള ഒരു ഗോഡ് മദറിന്റെ അനുഗ്രഹം കിട്ടി. അങ്ങനെ അവരൊരു ബേബി ഗേളിന് ജന്മം നൽകി. ഒരു ബേബി പ്രിൻസസ്, ഒരു രാജകുമാരി അങ്ങനെ ആ കൊട്ടാരത്തിലുണ്ടായി. അപ്പോൾ അതിൽ എല്ലാവരും പിന്നെയും സന്തോഷിച്ചു അല്ലേ? രാജകുമാരിയല്ലേ വന്നത്. അങ്ങനെ ആ രാജകുമാരിക്ക് അവർ ജാസ്മിൻ എന്ന പേര് നൽകി. ഈ രാജകുമാരിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു കിരീടവും ഇങ്ങനെ ഒരു വാൻഡും ഇങ്ങനെ ഉടുപ്പും എല്ലാ ജുവൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാജകുമാരി അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ രാജകുമാരിക്കും കിട്ടിട്ടോ ഈ ഫെയറി ഗോഡ് മദറിന്റെ ബ്ലെസ്സിങ്സ്. അപ്പൊ എന്താ ബ്ലെസ്സിങ് എന്നറിയാമോ? ഈ രാജകുമാരി എപ്പോഴും മാജിക്കൽ ആയിട്ടുള്ള ട്രിക്സുകളൊക്കെ കാണിക്കും. ഈ വാൻഡൊക്കെ വെച്ചിട്ട് അത് കണ്ട് ജാസ്മിൻ പഠിക്കും. ഇങ്ങനത്തെ വാൻഡൊക്കെ വെച്ചിട്ട് മാജിക്കൽ ട്രിക്സ് ഒക്കെ ഗും ഫും ഫാ അങ്ങനെയുള്ള മാജിക്കൽ ട്രിക്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം നമ്മുടെ രാജകുമാരി ഇങ്ങനെ വളർന്ന് വലുതായിട്ടോ. ഒരു 16-17 ഇയേഴ്സ് ഒക്കെ ആയി. അങ്ങനെ രാജകുമാരിയുടെ കൂട്ടുകാരോട് കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ പൂന്തോട്ടത്തിലെ ഗാർഡനിൽ. ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അതുവഴി ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഗൂസ് വന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഹായ്, നല്ല ഭംഗിയില്ലേ ഇതിനെ കാണാൻ. അപ്പം അതിങ്ങനെ കുറേ നേരം ഇവരുടെ കൂടെ ഇങ്ങനെ കളിച്ചു. അപ്പം അവർക്ക് സന്തോഷമായി. പെട്ടെന്ന് അതിനെ കാണുന്നില്ല. അപ്പം അവർ ചുറ്റുപാടും എല്ലായിടത്തും നോക്കി, എവിടെയായി സ്വർണ്ണ നിറത്തിലുള്ള ഗൂസെന്നേ. നോക്കുമ്പോൾ അതാ അങ്ങ് കാട്ടിലേക്ക് നടന്നു പോവാ. പക്ഷെ അവർ വേറൊന്നും ആലോചിച്ചില്ല കേട്ടോ. സന്ധ്യ ആയിന്നോ കാടാണെന്നോ ഒന്നും ആലോചിച്ചില്ല. ഈ ഗോൾഡൻ കളറിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഈ ഗൂസിനെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി. അങ്ങനെ അവരെവിടെത്തി? നല്ല ഭയങ്കര ഇരുട്ടൊക്കെ ഉള്ള ഒരു കാട്ടിനുള്ളിലെത്തി. കാട്ടിൽ ഭയങ്കര ഇരുട്ടല്ലേ, മരങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പം നല്ല ഇരുട്ടാണ് അവിടെ. പിന്നെ സന്ധ്യ ആവാറും ആയി. അപ്പം പിന്നെ പറയണ്ടല്ലോ, ഇരുട്ട്. അങ്ങനെ ആ ഇരുട്ടത്ത് ഇവർ നോക്കുമ്പോൾ അതിനെ കാണുന്നില്ല. കുറച്ച് ദൂരമൊക്കെ കണ്ടു കേട്ടോ, നല്ല സ്വർണ്ണ നിറം കണ്ടു. പിന്നെ പെട്ടെന്ന് അതിനെ കാണാതായി. കുറേ നേരം അവിടെ എല്ലായിടത്തും അവർ നോക്കി. അവർക്ക് സങ്കടമായി. അതിനെ നോക്കി വരെയല്ലേ ചെയ്തത്, എന്നിട്ട് ഇപ്പം അതിനെ കാണുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ ഒരു വെളിച്ചം കണ്ടു. ഒരു കുഞ്ഞു ഗുഹ. ആ ഗുഹയിലെ വെളിച്ചം കണ്ട് അവർ പോയി നോക്കിയപ്പോൾ എന്താ, അതിനകത്ത് ഒരു വിക്കഡ് ആയിട്ടുള്ള ഒരു വിച്ച് ഉണ്ടായിരുന്നു. ഒരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു. ഈ മന്ത്രവാദിനി എന്താ ചെയ്തേ അറിയാമോ? ഞാൻ പറയാം. എന്നാ പറയൂ. ഇങ്ങനത്തെ ഒരു മാജിക്കൽ ബാൻഡ് വെച്ച് ഇങ്ങനെ പിന്നെ മറ്റൊരു പ്രിൻസായിരുന്നു. പ്രിൻസിനെ ഒരു ഗോൾഡൻ ഗൂസ, അതിനെയായിരുന്നു പ്രിൻസസ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നത്. ഇവരറിഞ്ഞില്ലാലോ. ഇവരെന്താ നോക്കുമ്പോണ്ടല്ലോ ആ ഗുഹയ്ക്കുള്ളിലെ വിച്ച് ഈ വിച്ചിന്റെ മന്ത്രവാദിനി ഈ കയ്യിലുള്ള വാൻഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഗും ഫും ഫാ എന്ന് പറഞ്ഞപ്പോ എന്തായി? ഈ സ്വർണ്ണ കളറിലെ ഗൂസ് തിരിച്ച് പ്രിൻസായി. അപ്പൊ ഇവർക്ക് അതിശയായി. ഈശ്വര, ഇതാ ഗൂസ് പ്രിൻസ് ആയിരുന്നോ? അതിനെയാണോ ഈ വിച്ച് ഇങ്ങനെ ചെയ്തത്? ഇത് ഭയങ്കര മോശമായി പോയില്ലേ.
അപ്പൊ അവര് വിചാരിച്ചു ഇത് ശരിയല്ലല്ലോ, ഈ വിച്ച് ഇങ്ങനെ അത് ഒരുപാട് ചെയ്യുന്നുണ്ടാവും അല്ലേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴോ ആ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് ഇതുപോലുള്ള ചെറിയ ചെറിയ മൃഗങ്ങളുണ്ട്. തവളയുണ്ട്. അപ്പൊ നോക്കുമ്പോ എന്താ, വേറൊരു പ്രിൻസസ് ആയിട്ടുള്ള ടിയാനെ ഇങ്ങനെ ഗും ഫും ഫാ കാണിച്ചിട്ട് തവളയാക്കിയിരിക്കുന്നു. എന്ത് കഷ്ടല്ലേ. പെട്ടെന്ന് ഈ പ്രിൻസസ് ജാസ്മിന് മനസ്സിലായിട്ടോ ഈ വിച്ചിന്റെ കളികള്. അപ്പൊ ജാസ്മിൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പൊ ജാസ്മിന്റെ കയ്യിലൊരു വാൻഡ് ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ജാസ്മിൻ ഓർത്തത് ജാസ്മിനും ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ അറിയാവുന്ന. അപ്പൊ ജാസ്മിൻ എന്ത് ചെയ്തു, ജാസ്മിന്റെ വാൻഡ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ട്രിക്ക് കാണിച്ചു, ഗും ഫും ഫാൻ. ആ ട്രിക്ക് കാണിച്ചപ്പോ എന്ത് സംഭവിച്ചു, തവളയല്ല ഒരു ആമയായി. ഈ വിച്ചിനെ ഗുംഫുംഫ എന്ന് പറഞ്ഞിട്ട് പ്രിൻസസ് ജാസ്മിൻ രാജകുമാരി ജാസ്മിനെ ഇങ്ങനെ ചെയ്തപ്പോഴേക്കും ആ വിച്ച് എന്തായി, ഒരു ആമയായിട്ട് മാറി, ടേർട്ടിലായിട്ട് മാറി. അപ്പൊ ഈ വിച്ച് നമ്മുടെ രാജകുമാരി എന്ത് ചെയ്തു, രാജകുമാരിയുടെ കയ്യിലുള്ള വാൻഡ് വെച്ചിട്ട് ബാക്കി എല്ലാവരെയും രക്ഷിച്ചു. ഈ തവളയായിരുന്ന ടിയാനെ പോലെ ആക്കി. പിന്നെ പ്രിൻസിനെ കണ്ടു. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരെയും തിരിച്ച് പഴയ രൂപത്തിലോട്ടാക്കി. മാളു ഇങ്ങനെ ചെയ്ത് കാണിച്ചേ, ഗുംഫുംഫ. അത് തന്നെ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ രാജകുമാരി എല്ലാവരെയും പഴയ രൂപത്തിലാക്കി. അപ്പോഴേക്കും ഈ പ്രിൻസിന് ഭയങ്കര സന്തോഷായിട്ടോ. പ്രിൻസിനെ രക്ഷിച്ചത് ആരാ, ഈ രാജകുമാരിയാണ്. അപ്പൊ പ്രിൻസിന് മനസ്സിലായി രാജകുമാരിക്കും ട്രിക്സ് ഒക്കെ അറിയാമെന്ന്. അപ്പൊ രാജകുമാരിയോട് ചോദിച്ചു, എനിക്കും പഠിപ്പിച്ചു തരുമോ ഇങ്ങനത്തെ ട്രിക്സ് ഒക്കെ എന്ന്. അപ്പൊ പ്രിൻസസ് രാജകുമാരി ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തു, എന്ത് വേണം, പഠിപ്പിച്ചു കൊടുക്കണോ. അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു, ആയിക്കോട്ടെ, പ്രിൻസ് അല്ലേ, പഠിപ്പിച്ചു കൊടുത്തോ, പാവല്ലേ. അങ്ങനെ രാജകുമാരി പ്രിൻസുമായിട്ട് കൂട്ടായി. അദ്ദേഹത്തിന് എല്ലാ ട്രിക്സൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തായാലും ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയതല്ലേ, എൻ്റെ അച്ഛനും അമ്മയും വന്ന് കാണണ്ടേ, അപ്പൊ കൊട്ടാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. കൂടാതെ ബാക്കിയുള്ള എല്ലാ പ്രിൻസസിനെയും ടിയാനെയും ഒക്കെ ഇവർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും സന്തോഷത്തിലായി. അപ്പം മന്ത്രവാദിന് പറയാ, എന്നെ തിരിച്ചങ്ങനെ ആക്കൂ, രൂപത്തിലാക്കൂ, ഞാൻ എൻ്റെ മാജിക്കൽ ട്രിക്സ് ഒന്നും കാണിക്കില്ല പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, പറ്റില്ല, കുറച്ച് നാൾ നീ ഇങ്ങനെ ആമയായിട്ടൊക്കെ നടക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. പാവം വെച്ച് ആമയായിട്ട് അങ്ങനെ അടുത്തുള്ള കുളമൊക്കെ തേടി അങ്ങനെ പോയി. അപ്പോൾ ഇവർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ രാജാവിനും രാജ്ഞിക്കും ഒക്കെ സന്തോഷമായി. മോളുടെ ട്രിക്ക് കാരണം എത്ര പേരാ രക്ഷപ്പെട്ടല്ലേ. അപ്പോൾ ഫെയറി ഗോഡ്മദറിനോട് അവർ നന്ദി പറഞ്ഞു. അതുപോലെ ഈ പ്രിൻസസിൻ്റെയും പ്രിൻസിൻ്റെയും ഒക്കെ മാരേജ് ഒക്കെ നടത്തി. ആൻഡ് ദേ ഓൾ ലിവ്ഡ് വെരി ഹാപ്പിലി. എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിച്ചു. ദ എൻഡ്. എല്ലാവർക്കും രാജകുമാരിയുടെ കഥ ഇഷ്ടമായോ? എൻ്റെ ഫ്രണ്ടിന്റെ കഥ ഇഷ്ടമായോ? അതെ, ഇത് പ്രിൻസസ് ബെല്ലല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി വേറെ കഥകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. കഥകൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ കഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ബൈ ബൈ.